നമസ്കാരം. ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. ഇന്ന് 25 മാർച്ചിന്റെ ന്യൂസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റാറ്റസ് ഓൺലി ഫോർ ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, സിഖ്സ് സെറ്റ് ബൈ ദ ടോപ്പ് കോർട്ട്. സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരുന്നു, അതിനെക്കുറിച്ചാണ്. നെക്സ്റ്റ് വൺ, സോഷ്യൽ മീഡിയ അൽഗോരിതംസ് കം ടു എയ്ഡ് ഓഫ് തെലങ്കാന പോലീസ് ഇൻ പ്രിവെന്റിംഗ് സൂയിസൈഡ്സ്. ദ ജുഡീഷ്യൽ പുഷ് ഫോർ എൻവയോൺമെന്റൽ CSR. Deepening global corruption as a pointer for India. Supreme Court flags long-term bias against women in the armed forces. So these are the news we will be discussing today. So let's go to the first news. Scheduled caste status only for Hindus, Buddhists and Sikhs. Top court. സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരുന്നു. അതായത് ഇതിന് കാരണമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ ആനന്ദ് എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. ഓക്കെ, ഹി വാസ് എ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട്. പുള്ളിക്കാരെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് ക്രിസ്ത്യൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഹീസ് വർക്കിംഗ് ആസ് എ പാസ്റ്റർ. സോ ഹി വാസ് അറ്റാക്ഡ് ബൈ സം പേഴ്സൺ. അപ്പൊ ആ അറ്റാക്ക് ചെയ്ത ആൾക്കാർക്കെതിരെ ആനന്ദ് എന്ന് പറയുന്ന ആള് ഷെഡ്യൂൾഡ് കാസ്റ്റ് പ്രിവെൻഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 പ്രകാരം കേസ് കൊടുത്തു. ആൻഡ് ഇൻ ദാറ്റ് ഹൈക്കോടതിയിൽ നിന്നാണെങ്കിലും വിധി വന്നു, ബീങ് എ കൺവേർട്ട് ഹി കാൺ അപ്ലൈ ദാറ്റ്. ആ പുള്ളിക്കാരൻ അതിന്റെ ഒരു അംബ്രല്ല ആ ഒരു പ്രൊട്ടക്ഷനിൽ വരില്ല എന്നുള്ള രീതിയിൽ ഒരു റൂളിംഗ് വന്നു. അതിന് അപ്പീൽ പോയി, സുപ്രീം കോടതിയും സെഡ് ദ സെയിം തിങ്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന്. സോ അക്കോർഡിംഗ് ടു ദിസ് റൂളിംഗ്, കൺവേർഷൻ ടു എനി അതർ റിലീജിയൻ, അതായത് വേറെ ഏത് റിലീജിയനിലോട്ട് കൺവേർട്ട് ചെയ്താലും, ഏതൊക്കെ റിലീജിയൻ ഒഴിച്ച് ഹിന്ദു, സിഖ്, ബുദ്ധിസം ഇതൊഴിച്ച് വേറെ ഏത് റിലീജിയനിലോട്ട് കൺവേർട്ട് ചെയ്താലും ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ദേ വിൽ ലോസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർഡർ 1950 ക്ലോസ് 3 പ്രകാരമാണ്. ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർഡർ 1950 ക്ലോസ് 3 പ്രകാരം. ഓക്കെ, സോ ആദ്യം ഇതിൽ ഹിന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്ലോസ് 3 പ്രകാരം ഹിന്ദുവിലുള്ള ആൾക്കാരെ മാത്രമേ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം സിഖും ബുദ്ധിസവും ആഡ് ആയതാണ്. ഏത് വർഷം ആഡ് ആയതായിരിക്കുന്നത്? 1956 സിഖും 1990 ഇതിനകത്ത് അമെന്റ്മെന്റ് വന്നതിന് ശേഷം ബുദ്ധിസം ആഡ് ആയി. ഓക്കെ, അത് കൂടാതെ തന്നെ നമുക്കറിയുന്ന ഒരു ആക്ട് ആണ് SC and ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. ഇതിനെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ് റൂളിംഗ് വന്നിരുന്നു. അതായത് ഈ ഒരു ആക്ട് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നു. കാരണം 18% മാത്രമേ കൺവിക്ഷൻ റേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അതിനെതിരെ എന്നിട്ട് ഈ ഒരു കാര്യത്തിനകത്ത് ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ FIR കൊടുക്കാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് ആൻഡ് നോൺ വെയിലബിൾ ഒഫൻസ് ആക്കി വെക്കരുത് എന്നുള്ള രീതിയിൽ ഒരു മൂവ്മെന്റ് വന്നു. പക്ഷെ അതിന് ഭയങ്കരമായിട്ട് ബാക്ക്ലാഷ് വന്നതുകൊണ്ട് വാട്ട് ഹാപ്പൻഡ് ഈസ് ലൈക്ക് ഇറ്റ് വാസ് വിഡ്രോൺ. ആ ഒരു കാര്യം വിഡ്രോ ചെയ്തിരുന്നു. സോ അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഇനിയിപ്പോ നമുക്ക് അറിയാൻ പറ്റും, ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്ന സ്ഥിതിക്ക് there is a chance that the people who converted to other religion may reconvert to Hinduism. അപ്പൊ അതിനെക്കുറിച്ചും സുപ്രീം കോടതി ഒരു അഡ്വൈസ് തന്നിട്ടുണ്ട്. അതായത് റീകൺവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ കസ്റ്റംസ്, യൂസേജ്, പ്രാക്ടീസ്, റിച്വൽ ആൻഡ് റിലീജിയസ് ഒബ്ലിഗേഷൻ. എന്തൊക്കെയാണ്? കസ്റ്റംസ്, യൂസേജ്, പ്രാക്ടീസ് ആൻഡ് റിച്വൽ ആൻഡ് റിലീജിയസ് ഒബ്ലിഗേഷൻസ്. ഈ സാധനങ്ങളെല്ലാം ഹിന്ദുയിസത്തിലോട്ട് ഫോളോ ചെയ്ത് മാറിയാൽ മാത്രമേ ദേ വിൽ ബി കൺസിഡേർഡ് ആസ് കൺവേർട്ടഡ്. ഏത്? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹിന്ദു മതപ്രകാരമുള്ള അല്ലെങ്കിൽ സിഖ് അല്ലെങ്കിൽ ബുദ്ധിസം മതപ്രകാരമുള്ള കാര്യങ്ങളിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ദേ വിൽ ബി കൺസിഡേർഡ് ആസ് കൺവേർട്ടഡ് ബാക്ക് ടു ദ Hindu religion and this scheduled caste status will be reapplied to them. Okay, അത് മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. If they are converting back, the community has to accept that back എന്ന് പറയുന്നുണ്ട്. അതായത് ഇവർ തിരിച്ച് കൺവേർട്ട് ചെയ്തതെന്ന് അങ്ങനെ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ they have to follow all these things എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി does this happen to ST also? STക്ക് ഇത് അപ്ലൈഡ് ആണോ? അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ST ഓർഡർ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾഡ് ട്രൈബ് ഓർഡർ 1950 പ്രകാരം ദർ ഇസ് നോ റിലീജിയൻ ബേസ്ഡ് എക്സ്ക്ലൂഷൻ. അത് ഷെഡ്യൂൾഡ് കാസ്റ്റിന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കോടതി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സബ്സ്റ്റൻസ്. ഇൻ സബ്സ്റ്റൻസ് അവർ ഷെഡ്യൂൾഡ് ട്രൈബ് ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ് നോക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഷെഡ്യൂൾഡ് കാസ്റ്റിന് മാത്രമേ ഈ പറയുന്ന റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ക്ലൂഷൻസ് ഉള്ളൂ. അതിൽ തന്നെ റീകൺവേർട്ടഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അതല്ലാതെ ഹിന്ദുയിസം, സിഖിസം ആൻഡ് ബുദ്ധിസം ഈ 3 ഇതിലും ഉള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റാറ്റസ് കിട്ടുള്ളൂ എന്നാണ് കോടതി പറയുന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ന്യൂസ്. തെലങ്കാനയിൽ നിന്നുള്ളൊരു ന്യൂസ് ആണ്. ഓക്കെ, സോ ദി ന്യൂസ് ഈസ് ലൈക്ക് ദാറ്റ് സോഷ്യൽ മീഡിയ അൽഗോരിതംസ് കംസ് ടു എയ്ഡ് ഓഫ് തെലങ്കാന പോലീസ് ഇൻ പ്രിവെന്റിംഗ് സൂയിസൈഡ്സ്. There was this guy who tried to attempt suicide. എങ്ങനെ?
വിഷം കഴിച്ചിട്ട് സൂയിസൈഡിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു. ആൻഡ് ബിഫോർ ദാറ്റ് ഹി പോസ്റ്റഡ് ഇറ്റ് ഓൺ ദ സോഷ്യൽ മീഡിയ ആൻഡ് ദർ ഈസ് സം അൽഗോരിതംസ് വിച്ച് ഡിറ്റക്റ്റഡ് ദിസ് പോസ്റ്റ് ആൻഡ് ഇൻഫോം ദ പോലീസ്. അത് വെച്ചിട്ട് തന്നെ ഈ അൽഗോരിതം വെച്ചിട്ട് തന്നെ അവരെന്ത് ചെയ്ത് ഈ ഒരു സ്ഥലം ട്രയാങ്കുലേറ്റ് ചെയ്ത് ദ പോലീസ് വെന്റ് ദർ ആൻഡ് വെൻ ദേ ടോക്ക് ടു ദിസ് ഗൈ ഇറ്റ് വാസ് ഡ്യൂ ടു സം റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. പ്രേമോ അതുമായിട്ട് എന്തോ പ്രോബ്ലം വന്നിട്ടാണ് പുള്ളി ഇത് ചെയ്യാൻ നിന്നിരുന്നത്. സോ ദ പോലീസ് ടുക്ക് ആക്ഷൻ, അതിനകത്ത് ആക്ഷൻ എടുത്തു, പുള്ളിക്കാരനെ പ്രൊട്ടക്ട് ചെയ്തു. ഓക്കെ, സോ ദിസ് ഷോസ് ഹൗ ദിസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഷ്യൽ മീഡിയ ക്യാൻ ബി യൂസ്ഡ് ഫോർ പോസിറ്റീവ് പർപ്പസസ്. അപ്പൊ നിങ്ങൾക്ക് ഡിജിറ്റൽ ഗവേണൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എയുടെ കടന്നുകയറ്റത്തിനെ കുറിച്ചൊക്കെ ചോദ്യം വരാനുള്ള സാധ്യത, മെയിൻസിന് ചോദ്യം വരാനുള്ള സാധ്യതയാണ്. സോ ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, സോ എന്താണ് ഇതിനകത്ത് പറയുന്നത്? ഡിസ്ട്രസ് സിസ്റ്റം ഓൺലൈൻ, അതായത് നമ്മുടെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ഡിസ്ട്രസ് ആയിട്ടുള്ള ഒരു മെസ്സേജോ മെയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വരുവാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ദിസ് ഡിസ്ട്രസ് സിസ്റ്റം, ആ ഒരു ഡിസ്ട്രസ് സിസ്റ്റം അത് മനസ്സിലാക്കും. എങ്ങനെ? അൽഗോരിതംസും മനസ്സിലാക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും? റിയൽ വേൾഡ് ഇന്റർവെൻഷൻ സംഭവിക്കും. റിയൽ വേൾഡ് ഇന്റർവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ ദിസ് ഈസ് ഐഡന്റിഫൈഡ് ഇറ്റ് വിൽ ബി ഇൻഫോംഡ് ടു ദ പോലീസ് ഓർ ദ കൺസേൺഡ് അതോറിറ്റി ആൻഡ് ദ അതോറിറ്റീസ് വിൽ ഗീവ് റിയൽ വേൾഡ് ഇന്റർവെൻഷൻ. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? തെലങ്കാന സൈബർ സെക്യൂരിറ്റി ബ്യൂറോയുടെ കേസാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവര് ഓൾമോസ്റ്റ് 76 ഔട്ട് ഓഫ് 89, ഇങ്ങനെ 89 കേസസ് വന്നതിൽ 76 എണ്ണം ദേ വർ സക്സസ്ഫുള്ളി ഇന്റർവീൻഡ്. ഓക്കെ, സക്സസ്ഫുള്ളി ഇന്റർവീൻ ചെയ്ത് അയാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ആൻഡ് ദിസ് ഈസ് AI ഡ്രിവൺ മോണിറ്ററിംഗ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. ഈ അൽഗോരിതംസ് പോസ്റ്റുകളെ റിയൽ ടൈമിൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും ബൈ യൂസിങ് AI. ആൻഡ് വൺസ് ദേ ആർ ഫൗണ്ട് ദാറ്റ് ദർ ഈസ് സം കൈൻഡ് ഓഫ് പ്രോബ്ലം, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ വരെ, അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ബിഹേവിയർ, ഇതെല്ലാം വിൽ ബി മോണിറ്റർഡ് 24/7. ആൻഡ് വിത്ത് ദാറ്റ് ഇഫ് ദേ ഐഡന്റിഫൈ സം കൈൻഡ് ഓഫ് എ പ്രോബ്ലം ദാറ്റ് വിൽ ബി ഇൻഫോംഡ്. that will be informed the police and the Meta shares critical identities. എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ ഐഡന്റിറ്റീസ്? അവരുടെ ഫോൺ നമ്പർ, അവരുടെ IP അഡ്രസ്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവര് ഷെയർ ചെയ്യും. അതിനുശേഷം പോലീസ് വിൽ യൂസ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ്. എന്തിനാണ് ഈ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത്? ടു ട്രയാങ്കുലേറ്റ് ദ പൊസിഷൻ. എവിടെയാണോ അയാൾ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ട്രയാങ്കുലേറ്റ് ചെയ്യുക. ആൻഡ് ദേ വിൽ ഗോ ദർ ആൻഡ് ഹെൽപ്പ് ദ പേഴ്സൺ. ഓക്കെ, ആൻഡ് അവിടെ വെച്ച് പരിപാടി തീർന്നോ? ഇല്ല, പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹി നീഡ്സ് കൗൺസിലിംഗ്. അതിനു വേണ്ടിയിട്ട് പോലീസ് ഹാഡ് എ കണക്ഷൻ വിത്ത് NGO ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി. ആൻഡ് ദീസ് NGOs വിൽ പ്രൊവൈഡ് കൗൺസിലിംഗ്. സോ യു ക്യാൻ യൂസ് ദിസ് ഇൻ യുവർ മെയിൻ സെൻസസ്. നെക്സ്റ്റ് വൺ ഈസ് എ ന്യൂസ് ഓൺ ദ ജുഡീഷ്യൽ പുഷ് ഫോർ എൻവയോൺമെന്റൽ CSR. എന്താണ് സംഭവം? അതായത് എൻവയോൺമെന്റിന്റെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാലോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഒരു കമ്പനിക്ക് നെറ്റ് വർത്ത് 5 ബില്യണോ, അല്ലെങ്കിൽ ടേൺ ഓവർ 10 ബില്യണോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് 5 മില്യണോ ആണെങ്കിൽ, എന്തൊക്കെയാണ്? നെറ്റ് വർത്ത് 5 ബില്യൺ, അല്ലെങ്കിൽ ടേൺ ഓവർ 10 ബില്യൺ, അതും അല്ലെങ്കിൽ പ്രോഫിറ്റ് 50 മില്യൺ. ഇത്രയാണെന്നുണ്ടെങ്കിൽ ദ കമ്പനി ഈസ് ലീഗലി റെസ്പോൺസിബിൾ ടു ഷെയർ 2% ഓഫ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് സാധനം? കമ്പനീസ് ആക്ട് 2013 പ്രകാരം മൻഡേറ്ററി പ്രോഫിറ്റ് ഷെയറിംഗ് ഫോർ സോഷ്യൽ ഗുഡ്, 2% പ്രോഫിറ്റ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എൻവയോൺമെന്റ്, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദിസ് കേസ് ഇൻ CSR ദ എൻവയോൺമെന്റ് ഈസ് ലാർജ്ലി നെഗ്ലക്റ്റഡ്. എൻവയോൺമെന്റ് ലാർജ്ലി നെഗ്ലക്റ്റഡ് ആണ്. പക്ഷേ ദിസ് ഈസ് നോട്ട് ദ കേസ്. റൈറ്റ് നൗ ഇന്ത്യ ഹാസ് കമ്മിറ്റഡ് ഫോർ നെറ്റ് സീറോ എമിഷൻ ബൈ 2070. 2070 ആകുമ്പോഴത്തേന് നെറ്റ് സീറോ എമിഷൻ പറഞ്ഞിട്ടുണ്ട് COP26. അതുകൂടാതെ അലോങ് വിത്ത് ദാറ്റ് ഇൻ ബോണ്ട് ചലഞ്ച് ഓൾസോ വി ആർ ടേക്കിംഗ് പാർട്ട്. എന്താണ് ബോണ്ട് ചലഞ്ച്? 350 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ്, ഏത് ഡീഗ്രേഡഡ് ലാൻഡിനെ മാറ്റിയിട്ട് അതിനെ ഫോറസ്റ്റ് ലാൻഡ് ആയിട്ട് പ്രൊഡക്റ്റീവ് ലാൻഡ് ആക്കിയിട്ട് 350 മില്യൺ ഹെക്ടേഴ്സ് ഗ്ലോബലി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ബോണ്ട് ചലഞ്ച്. അതിനകത്ത് 26 മില്യൺ ഇന്ത്യ ഹാസ് കമ്മിറ്റഡ് ഫോർ 26 മില്യൺ. അപ്പൊ ഈ രണ്ട് കേസും വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുന്നത്, നമ്മുടെ ഗവൺമെന്റിന് മാത്രം പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ദ പ്രൈവറ്റ് കമ്പനീസ് ഓർ ദ പ്രൈവറ്റ് സെക്ടർ ഷുഡ് കോൺട്രിബ്യൂട്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ എൻവയോൺമെന്റ് ലാർജ്ലി നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഇത് ലൈം ലൈറ്റിലേക്ക് വന്നത്? ഇൻ സുപ്രീം കോർട്ട് ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കേസ് ഉണ്ടായിരുന്നു. ദർ വാസ് എ കേസ് റിഗാർഡിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് റിഗാർഡിംഗ് ദിസ് എനർജി, അതായത് ഇലക്ട്രിക്കൽ എനർജി കമ്പനീസും പിന്നെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാൻഡ്സിന്റെ ആവാസ വ്യൂഹവും, അതായത് അവരുടെ എക്കോളജി ആ ഒരു ഭാഗവും എൻവയോൺമെന്റും തമ്മിലുള്ളതാണ്. കാരണം രാജസ്ഥാനിൽ ഈ സാധനം പോകുന്ന സമയത്ത്, ഈ എനർജി ലൈറ്റ്സ് പോകുന്ന സമയത്ത് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദിസ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്നുള്ള രീതിയിലാണ് കേസ് വന്നിരുന്നത്. സോ അതിനകത്ത് വിധി പറഞ്ഞിരുന്നു. അതിന്റെ ഒപ്പം ദ സുപ്രീം കോർട്ട് ഹാസ് സൈറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിക്കിൾ 51AG. എന്താണ് ഈ ആർട്ടിക്കിൾ 51AG?
ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ടെന്ന് പറയുന്ന സാധനമാണ് ആർട്ടിക്കിൾ 51 AG. So Supreme Court has cited that. So these three things actually gives the importance of the CSR. അതായത് CSR എൻവയോൺമെന്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ഇതിനകത്താണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, നെറ്റ് സീറോ എമിഷൻ ബൈ 2070 COP26 പ്രകാരം. രണ്ടാമത്തത് ബോൺ ചലഞ്ചിൽ ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് 26 മില്യൺ ഹെക്ടേഴ്സ് നമ്മൾ കൺവേർട്ട് ചെയ്യും, ഡിഗ്രേഡഡ് ലാൻഡിനെ കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞത്. മൂന്നാമത്തത്, സുപ്രീം കോടതി ഹാസ് സൈറ്റഡ് ദിസ് ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിക്കിൾ 51AG ഇൻ ഇന്ത്യൻ ബസ്റ്റാർഡ്സ് കേസ്. ഓക്കെ, സോ നമുക്ക് റൈറ്റ് നൗ CSRന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റൈറ്റ് നൗ ദ CSR കോൺട്രിബ്യൂഷൻ ഗോസ് ലൈക്ക് ദിസ്. എഡ്യൂക്കേഷന് 38%, ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ആണ് കിട്ടുന്നത്. ഹെൽത്തിന് 22% ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് 10%. ഓക്കെ, ഹെൽത്തിന് 22%, റൂറൽ ഡെവലപ്മെന്റ് 10%, ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് 38%. എൻവയോൺമെന്റ് 7 to 9% മാത്രമേ ഉള്ളൂ. എൻവയോൺമെന്റിന് 7 to 9% മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ പക്ഷെ സ്റ്റിൽ ദർ ആർ സം കമ്പനീസ് വിച്ച് ആർ ഡൂയിങ് സം ഗുഡ് തിങ്സ്. അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. മഹേന്ദ്ര ഹാസ് ഡൺ പ്രൊജക്ട് ഹരിയാലി. പ്രൊജക്ട് ഹരിയാലി എന്ന് പറഞ്ഞിട്ട് ഈ കൃത്യമായിട്ട് സാപ്ലിങ്സ്, ഇത്ര സാപ്ലിങ്സ് കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആൻഡ് ദേ വിൽ ബി ടേക്കൺ കെയർ ഓഫ്. ആ ഒരു കാര്യത്തിനകത്ത് മഹേന്ദ്ര പ്രൊജക്ട് ഹരിയാലി ചെയ്യുന്നുണ്ട്. ITC ഹാസ് ബീൻ ഡൂയിങ് എ ഫോറസ്ട്രി പ്രോഗ്രാം. ദെൻ ടാറ്റ ഗ്രൂപ്പ് ഡൂയിങ് വാട്ടർ കൺസർവേഷൻ. ഓക്കെ, ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ദ ചലഞ്ചസ്. ഈ CSR എന്ന് പറയുന്ന സാധനം എൻവയോൺമെന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കമ്പനീസ് ട്രൈസ് ഫോർ ക്വിക്ക് വിസിബിലിറ്റി ആൻഡ് ഷോർട്ട് കട്ട്സ്. ഒരു എഡ്യൂക്കേഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് കാശ് കൊടുക്കുന്നു. അതിനകത്ത് വിസിബിലിറ്റി കൂടാണ്, എഫേർട്ട് കുറവാണ്. ഒരു മരം നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളർന്നു വലുതാവുന്നവരെ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്, റൈറ്റ്? ഒരു ഡീഗ്രേഡഡ് ലാൻഡിൽ നമ്മൾ മരം വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. പക്ഷേ ഇങ്ങനെയുള്ള കേസിലാണെങ്കിൽ ഷോർട്ട് കട്ട്സ്, അതായത് ഇപ്പൊ എഡ്യൂക്കേഷനകത്ത് ഇന്ന ഒരു സ്കൂളിലോട്ട് ഇന്ന സാധനങ്ങൾ വെച്ച് കൊടുക്കുന്നു, ദാറ്റ്സ് എ വൺ ടൈം പ്രൊസീജിയർ ആൻഡ് ഇറ്റ് വിൽ ഗീവ് മോർ വിസിബിലിറ്റി. സോ ആ ഒരു കാര്യം കൊണ്ട് കമ്പനീസ് ട്രൈ ഫോർ ക്വിക്ക് വിസിബിലിറ്റി ആൻഡ് ഷോർട്ട് കട്ട്സ്. ദെൻ ലാക്ക് എക്സ്പേർട്ട് സ്കിൽസ് ഇൻ ട്രീ ഗ്രോയിങ്, സോയിൽ ഹെൽത്ത് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ചെക്സ്. ഈ പറയുന്ന പോലെ ഒരു ഫോറസ്റ്റ് ലാൻഡ് ആക്കുക, ഡിഗ്രേഡഡ് ലാൻഡിനെ ഫോറസ്റ്റ് ലാൻഡ് ആക്കുക, അല്ലെങ്കിൽ പൊല്യൂഷൻ കുറയ്ക്കുക, ഈ സാധനം എല്ലാം ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ല. ദേ നീഡ് എക്സ്പേർട്സ് ഫോർ ദാറ്റ്. അതായത് ഈ ഒരു എക്കോളജി ഫീൽഡിലാണെങ്കിലോ എൻവയോൺമെന്റ് ഫീൽഡിലാണല്ലോ അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. ആൻഡ് ദീസ് എക്സ്പേർട്സ് ആർ ലാക്കിംഗ് ഇൻ ദിസ് മൾട്ടിനാഷണൽ കമ്പനീസ്. ആ ഒരു മൾട്ടിനാഷണൽ കമ്പനീസിൽ അവർക്ക് എക്സ്പേർട്സ് ലാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് ദേ ഹാവ് ടു ടേക്ക് ഇറ്റ്, അവർ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും, അവിടെ പൈസ കൊടുക്കേണ്ടി വരും. സോ റാദർ ദാൻ ദാറ്റ് ദേ ഗോ ഫോർ ലൈക്ക് ഇതുപോലത്തെ ഷോർട്ട് കട്ട്സിന് വേണ്ടി പോകും. നെക്സ്റ്റ് വൺ, മിയാവാക്കി പ്ലാന്റേഷൻ. അറിയാലോ, ഇപ്പൊ മിയാവാക്കി ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്, മിയാവാക്കി ഫോറസ്റ്റ് ഏരിയ എന്നുള്ള രീതിയിൽ. സോ ഈവൻ ഇഫ് ദേ വാണ്ട് ടു invest in, the multinational companies want to invest in ecology, they prefer Miyawaki over the traditional, എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോറസ്റ്റ് ലാൻഡ്സിന് പകരം മിയാവാക്കി ചെയ്യും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ? ആൻഡ് ഇറ്റ് ഹാസ് ആൻ അഡ്വാൻറ്റേജ് ടു, എന്താണ്? റാപ്പിഡ് ഗ്രോത്തും കാര്യങ്ങളും ആയതുകൊണ്ട് അത്രയധികം കെയർ ചെയ്യേണ്ടി വരത്തില്ല. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഗിവ് ദ കമ്പനി മച്ച് വിസിബിലിറ്റി. പക്ഷേ ഇറ്റ് വിൽ കോംപ്രമൈസ് ദ നേറ്റീവ് എക്കോളജി. ആ ഒരു സ്ഥലത്തുള്ള എക്കോളജിനെ ഇത് കോംപ്രമൈസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പുറത്തുനിന്നുള്ള മരങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതിന്റെ ക്ലൈമറ്റ് ഏരിയ മാറാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതൽ. അവിടുത്തെ എക്കോളജി അല്ലെങ്കിൽ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി അഫക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ദീസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് എക്സിസ്റ്റ്. ദെൻ ദർ ഈസ് ഓൾവേസ് ആൻ അർബൻ ബയാസ് റിഗാർഡിംഗ് CSR. CSRനകത്ത് എക്കോളജിയുടെ അല്ലെങ്കിൽ എൻവയോൺമെന്റ് കേസിലെല്ലാം മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ദർ ഈസ് ഓൾവേസ് ആൻ അർബൻ ബയാസ്. അതായത് കമ്പനീസ് ഡസൻ ഗോ ടു ദ മോസ്റ്റ് റൂറൽ ഏരിയ, ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള ഏരിയ പോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കമ്പനി ചെയ്യില്ല. ബിക്കോസ് ഇറ്റ്സ് ഹാർഡ് ഫോർ ദം, റൈറ്റ്? അങ്ങനെ വരുമ്പോഴത്തേനും അത് മാത്രമല്ല വിസിബിലിറ്റിയും കുറെയൊക്കെ കുറവായിരിക്കും. സോ ദേ പ്രിഫർ ദ അർബൻ ഏരിയാസ്. സോ അർബൻ ബയാസ് ഇസ് ദർ. Then lack of policies for degraded lands, as I said. Okay. Then poor collaboration with the forest department. Whenever the companies are doing anything for the environment or ecology, they try to do it alone. But if they have a collaboration with the forest departments ആയിട്ട് collaboration ഉണ്ടെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കൂടും. പക്ഷെ അത് ഇവിടെ ഉള്ള അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുഴപ്പം കൂടെയാണ്. ബിക്കോസ് നമ്മുടെ ഇവിടുന്ന് അങ്ങനെ ഒരു ഇനിഷ്യേഷനോ അല്ലെങ്കിൽ ആ ഒരു അക്കമഡേഷൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലും കുഴപ്പമുണ്ട്. അതുകൂടാതെ the companies also don't try to have a collaboration. Okay. So ഇതിന്റെ വേ ഫോർവേഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. Then conventional auditing to time bound restoration initiative. അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള ഈ ഓഡിറ്റിംഗ് പരിപാടി മാറ്റിയതിനു ശേഷം ടൈം ബൗണ്ട് ആയിട്ട് റീസ്റ്റോറേഷൻ ഇനിഷ്യേറ്റീവ്സ് വേണം എന്നുള്ള രീതിയിൽ ഗവൺമെന്റിന് പറയാൻ പറ്റും. ഓക്കെ, എന്ത് റീസ്റ്റോറേഷൻ?
എക്കോളജി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. സെക്കൻഡ് വൺ, ചുമ്മാ വാട്ട് ഈസ് എക്കോളജി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കാശ് കൊണ്ട് ഇറക്കുന്നതിനേക്കാളിലും കൂടുതൽ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ് ഷുഡ് ബി എന്താ പറയുക ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ അത് മെഷർ ചെയ്യേണ്ടത് സോയിൽ കാർബൺ സീക്വസ്ട്രേഷൻ, വാട്ടർ റിട്ടൻഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി റിക്കവറി കൂടെ ആയിരിക്കണം. എന്താണ് സോയിൽ കാർബൺ സോയിൽ കാർബൺ സീക്വസ്ട്രേഷൻ? സോയിൽ കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മച്ച് കാർബൺ വിച്ച് വി ക്യാൻ സ്റ്റോർ ഇൻ ദ സോയിൽ, അങ്ങനെ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ട് കുറഞ്ഞു കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് സോയിൽ കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ വാട്ടർ റിട്ടൻഷൻ, വാട്ടർ ബോഡീസിനകത്ത് പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള വാട്ടർ മാനേജ്മെന്റ് ഏരിയാസ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബയോഡൈവേഴ്സിറ്റി റിക്കവറി. സോ ദീസ് ഷുഡ് ബി ദ പാരാമീറ്റേഴ്സ്. എന്താണ് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടായി, എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളതിന് പാരാമീറ്റേഴ്സ് ഇതായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ, നോട്ട് ഹൗ മച്ച് മണി സ്പെൻഡ്. നെക്സ്റ്റ് വൺ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റീസ്, NGOs ആൻഡ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റീസ്, ദേ ഓൾ ഷുഡ് വർക്ക് ഇൻ ടാൻഡം. അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയാലോ ഫോറസ്റ്റിനെ കുറിച്ച് അത്ര കാര്യം, യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ബാക്കി കാര്യങ്ങൾ കിട്ടുന്ന ഇറ്റ് വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം യങ് മൈൻഡ്സ്. ഓക്കെ, ദെൻ NGOs വർക്കിംഗ് ഫോർ ദിസ് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ്, ദെൻ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റീസ് റിഗാർഡിംഗ് ദ സൊസൈറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, സോ ദേ ഓൾ ഷുഡ് വർക്ക് ഇൻ ടാൻഡം. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ. ദേ ഷുഡ് കമ്പാർട്ട്മെന്റലൈസ് ദെയർ വർക്ക്. ഓക്കെ, ദെൻ ലോങ് ടേമിലേക്കാണ് ഈ എക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെന്റിലോട്ട് നമ്മൾ പൈസ കൊടുക്കുന്നത്. സോ ലോങ് ടേമിലേക്ക് പൈസ കൊടുക്കുമ്പോഴത്തേനും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് കുറെ കാലത്തേക്ക് ചിലപ്പോൾ ആ പൈസ ബ്ലോക്ക്ഡ് ആയി അല്ലെങ്കിൽ റിട്ടൻഡോ ആയിട്ട് കിടക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്ഥലത്ത് ഫോറസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ടൈം, ഒരു ടൈം സ്പാൻ എടുക്കാം മരങ്ങൾ വലുതാവാൻ വേണ്ടി. അത്രയും നേരം ആ ഒരു ഫണ്ട് അവിടെ ബ്ലോക്ക്ഡ് ആയിരിക്കും. ഓക്കെ, സോ ഫോർ ദാറ്റ് വി നീഡ് എ റീസ്റ്റോറേഷൻ ട്രസ്റ്റ് ഓർ എസ്ക്രോ ഫണ്ട് ഫോർ ലോങ് ടേം ഫൈനാൻസിങ്. അങ്ങനെ ലോങ് ടേം ഫൈനാൻസിങ് വരുന്നുണ്ട്, വി ഷുഡ് മേക്ക് എ റീസ്റ്റോറേഷൻ ട്രസ്റ്റ് ഓർ എസ്ക്രോ ഫണ്ട് എന്നാണ് പറയുന്നത്. സോ എൻവയോൺമെന്റുമായിട്ടുള്ള ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും യു ക്യാൻ യൂസ് ദിസ് പോയിന്റ്സ്. CSR ആയിട്ടുള്ള മാത്രമല്ല, CSR വന്നു കഴിഞ്ഞാൽ യു ക്യാൻ യൂസ്, എൻവയോൺമെന്റുമായിട്ടുള്ള വന്നു കഴിഞ്ഞാലും യു ക്യാൻ യൂസ് ദിസ് പോയിന്റ്സ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം 2025 റിലീസ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയൽ ആണിത്. ഓക്കെ, കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ആരാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്? ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, യു കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ചിലപ്പോൾ പ്രിലിംസിന് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വല്ലതും ചോദിക്കാം. അതായത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിനെ കുറിച്ച് 3 സ്റ്റേറ്റ്മെന്റ്സ് തരും. അതിനകത്ത് 1 സ്റ്റേറ്റ്മെന്റ് വിൽ ബി ലൈക്ക് ദിസ് ഈസ് പബ്ലിഷ്ഡ് ബൈ വേൾഡ് എക്കണോമിക് ഫോറം, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വേൾഡ് ബാങ്ക്, അങ്ങനെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തന്നാൽ യു ഷുഡ് ബി നോയിങ് ഇറ്റ്സ് റോങ് ആൻഡ് ഇറ്റ്സ് പബ്ലിഷ്ഡ് ബൈ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ. സോ ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഗ്ലോബലി ദ സ്കോർ ഹാസ് ഡ്രോപ്പ് ടു 42 ഔട്ട് ഓഫ് 100. 100ൽ 42 എന്നുള്ള രീതിയിൽ ഗ്ലോബലി ആ സ്കോർ കുറഞ്ഞു. അമോങ് 182 കൺട്രീസിൽ 122 കൺട്രീസ് ആർ സ്കോറിംഗ് ബിലോ 50. അതായത് ഇൻ ഓൾ ഗ്ലോബൽ ഏരിയയിൽ കറപ്ഷന്റെ കാര്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൺലി വിത്ത് 12 കൺട്രീസ് സ്കോറിംഗ് അബോ 80. അതായത് ഇപ്പം 5 കൺട്രീസ് മാത്രമേ ഉള്ളൂ ഏത് സ്കോറിംഗ് അബോ 80. പക്ഷെ അതൊരു 10 വർഷം മുമ്പ് there were 12 countries which scores above 80. So in a whole global area, as you know, നമുക്കിപ്പോൾ കുറെ ടെൻഷൻസും ഇന്റർനാഷണൽ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി അതിന്റെയൊക്കെ കൊണ്ടായിരിക്കും. സോ ഔട്ട് ഓഫ് ഓൺലി 100ൽ 42 മാർക്കാണ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ് ഈ ഇതിനകത്ത് ഗ്ലോബലി ആവറേജ് ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഔട്ട് ഓഫ് 182 കൺട്രീസ് 122 കൺട്രീസ് സ്കോറിംഗ് ബിലോ 50 ആൻഡ് 80ക്ക് മേലെ വരുന്നത് ഇപ്പൊ 5 കൺട്രീസ് മാത്രമേ ഉള്ളൂ. മുമ്പ് 10 വർഷം മുമ്പ് അത് 12 കൺട്രീസ് ആയിരുന്നു. സോ ജസ്റ്റ് നോ ദീസ് തിങ്സ്. നൗ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ മാറ്റേഴ്സ് റിഗാർഡിംഗ് ഇന്ത്യ. എന്തൊക്കെയാണ് ഇന്ത്യയുടെ സ്കോർ? 39 ഔട്ട് ഓഫ് 100 ആണ് ഇന്ത്യയുടെ സ്കോർ. ആൻഡ് അവർ റാങ്ക് ഈസ് 91 ഔട്ട് ഓഫ് 182. നമ്മുടെ റാങ്ക് 91 ഔട്ട് ഓഫ് 182 ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ അവിടെ തന്നെ ഇങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് ഇൻ 2014 ഓൾസോ ഇറ്റ് വാസ് 38 ആൻഡ് ഡെക്കേഡ് ലേറ്റർ ഇറ്റ് ഈസ് ബ്രോഡ്ലി സിമിലർ. അതുകൊണ്ട് നമുക്ക് എക്കണോമിക്കലി ഭയങ്കരമായിട്ട് വാട്ട് ഈസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ നമ്മൾ 4th ലാർജസ്റ്റ് എക്കോണമി ആ ഒരു കേസിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സോ അല്ലെങ്കിൽ നമ്മുടെ ഗവേണൻസോ സ്റ്റിൽ നീഡ് എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് കൂടുതലാണ്. അതെങ്ങനെയാണ് നമ്മൾ അറിയുക? വി ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് അവർ നെയ്ബർ കൺട്രീസ്. ചൈനയുടെ റാങ്ക് 42 ആണ്. ഓക്കെ, ചൈന സ്കോർസ് 42 ആൻഡ് അവേഴ്സ് ഈസ് 39 ആൻഡ് ശ്രീലങ്ക ഈസ് ക്ലോസ് ടു അസ്. ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്ന ശ്രീലങ്ക ഇന്ത്യക്ക് ക്ലോസ് ആയിട്ടാണ് അവരുടെ പോയിന്റ് കിടക്കുന്നത്. ഓൺലി ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ സ്കോർ ലോവർ. സോ ദാറ്റ് ഷോസ് അവർ സ്റ്റേറ്റ്. ഓക്കെ,
ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ ഈ സാധനം ചെയ്യുന്നത്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ പെർസീവ്ഡ് പബ്ലിക് സെക്ടർ ഇന്റഗ്രിറ്റി റാദർ ദാൻ റെക്കോർഡഡ് ഇൻസിഡൻസ്. റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ പെർസീവ്ഡ് ആയിട്ടുള്ള നമുക്ക് എങ്ങനെയാണ്, അതായത് ഈ പറയുന്ന പോലെ പബ്ലിക് സെക്ടറിനകത്ത് ഇന്റഗ്രിറ്റി എങ്ങനെയാണ്, എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ പെർസെപ്ഷനും ബാക്കി കാര്യങ്ങളും വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് എ സ്കോർ ഓഫ് 39 സിഗ്നൽസ് ദാറ്റ് വി ആർ വെരി വീക്ക് ഇൻ അവർ ഗവേണൻസ്, അല്ലെങ്കിൽ ട്രാൻസ്പാരൻസി, ഓവർസൈറ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. എന്തൊക്കെയാണ്? ട്രാൻസ്പാരൻസി, ഓവർസൈറ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റിയിൽ നമ്മൾ വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ കറപ്ഷൻ വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന് പുറമെ ഇറ്റ് കോസസ് എ ലോട്ട് ഓഫ് എക്കണോമിക് കോസ്റ്റ്. എക്കണോമിക് കോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതായത് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിയുമ്പോഴത്തേനും അത് ട്രാൻസാക്ഷൻ അൺസർട്ടനിറ്റി ഉണ്ടാക്കും. ട്രാൻസാക്ഷൻ അൺസർട്ടനിറ്റി അത് മാത്രമല്ല, ഓൺടർപ്രീനേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ദേ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദർ കമ്പനി ആൻഡ് ദേ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് കറപ്ഷൻ. രണ്ടും ചെയ്യേണ്ടി വരും. സോ ദർ എനർജി വിൽ ബി ഡൈവേർട്ടഡ് ടുവേർഡ്സ് ദിസ് കറപ്റ്റ് ഓഫീസേഴ്സ്. ഈ ഒരു കറപ്റ്റ് ഓഫീസേഴ്സിന് വേണ്ടി ഡൈവേർട്ട് ചെയ്യും. അത് അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും? പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും, ഡിസ്കറേജ് ഇൻവെസ്റ്റ്മെന്റ് നടക്കും. ഓക്കെ, ഗ്ലോബൽ ലെവലില് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 5% ഗ്ലോബൽ GDP-യുടെ 5% എന്ത് ലോസ് വരുന്നുണ്ട്? എന്ത് കാരണം? ഈ വരുന്ന കറപ്ഷൻ കാരണം. ഇന്ത്യക്ക് എത്രയാണ്? ഇന്ത്യ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് 0.5% ഓഫ് ദ GDP ആനുവലി നമുക്ക് ഈ ഒരു കാര്യം കാരണം, എന്ത്, നമ്മുടെ കറപ്ഷൻ കാരണം നമുക്ക് ലോസ് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കാൽക്കുലേഷൻ, ബട്ട് ഇൻ റിയൽ ടേംസ് ഇറ്റ് കംസ് അറൌണ്ട് 1 to 1.5% ഓഫ് GDP എന്നാണ് ഓദർ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളിൽ, അതായത് ഇപ്പൊ ഈ കറപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് ഹഡിൽസ് വരുന്നത്? വാട്ട് ഓൾ ആർ ദ ഹഡിൽസ് ഇൻ ദ? ഒരു ഓൺടർപ്രണർ, ഒരു കമ്പനി തുടങ്ങുന്ന ആള്, ഓക്കെ, he actually has to operate under shadow of 26,134 imprisonment provisions. പുള്ളി ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് പുള്ളി അറിയാതെ തന്നെ he is under imprisonment provisions of 26,134. ഇതിൽ ഏത് കേസ് പോയി കഴിഞ്ഞാലും he can go inside. സോ അത്രയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കാര്യങ്ങളുടെ നടുവിലാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇനി 2026-27 ഒരു ബയോഫാർമ സ്ട്രാറ്റജി നമ്മൾ മുമ്പോട്ട് വെച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്ട്രാറ്റജി ഫോർ ഹെൽത്ത് കെയർ അഡ്വാൻസ്മെന്റ് ത്രൂ നോളജ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. സ്ട്രാറ്റജി ഫോർ ഹെൽത്ത് കെയർ അഡ്വാൻസ്മെന്റ് ത്രൂ നോളജ്, ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. ശക്തി എന്നാണ് ആ ഇനിഷ്യേറ്റീവിന്റെ പേര്. ഓക്കെ, അതുവഴി നമ്മൾ ഓൾമോസ്റ്റ് 10 crore we actually gave to over 5 years, 10,000 crores. ആക്ച്വലി നമ്മൾ 10,000 crores over 5 years ഈ ഫാർമസ്യൂട്ടിക്കൽ സെറ്റപ്പിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് സംതിങ്, ദേ ഹാവ് ടു നാവിഗേറ്റ് ത്രൂ 998 സെപ്പറേറ്റ് കംപ്ലയൻസ് ഒബ്ലിഗേഷൻസ്. ഇവർക്ക് 998 കംപ്ലയൻസ് ഒബ്ലിഗേഷൻസിന്റെ ഉള്ളിൽ കൂടെ പോയാൽ മാത്രമേ ഈ ഒരു ബയോഫാർമ നടത്തിക്കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ ദീസ് മെനി ലോസ് ആർ ദർ വിച്ച് ഈസ് ഹാമ്പറിംഗ് ദർ ഗ്രോത്ത് ആൻഡ് വിച്ച് ഈസ് ഗിവിംഗ് ഇംപീറ്റസ് ടു ദ കറപ്റ്റ് ഓഫീസേഴ്സ്. കറപ്റ്റ് ഓഫീസേഴ്സിന് അങ്ങനെ ഒരു കാര്യത്തിന് ഇംപീറ്റസ് കൊടുക്കും. സോ ഇങ്ങനെ ഒരു കേസിൽ ഉള്ളിൽ പോകുന്നതിനേക്കാളും എന്താ പറയുന്നത്, ഈ കമ്പനി തുടങ്ങുന്ന ആൾ വിചാരിക്കാൻ പോകുന്നത് എന്താ? ലെറ്റ്സ് പേ ദ മണി, അങ്ങനെ ഒരു പൈസ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ ദർ ആർ സം എൻകറേജിംഗ് ട്രെൻഡ്സ് ഇൻ ദാറ്റ്. എന്തൊക്കെയാണ്? ഒന്ന്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇന്ത്യക്ക് ഉണ്ടായ ഇംപ്രൂവ്മെന്റ്സ്. അത് കാരണം എന്തൊക്കെ സംഭവിച്ചു? ലീക്കേജസ് കുറെയൊക്കെ കുറഞ്ഞു. പിന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദ മണി ഈസ് ഡയറക്ട്ലി ട്രാൻസ്ഫർ ടു ദ അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിം. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേനും അതിനകത്ത് കുറെ ലീക്കേജ് പോയി. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് വിത്ത് മാർച്ച് 2018 വളരെയധികം കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞുതരാം. ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ്, ദ ഇൻഡെക്സ് ഓഫ് സെപ്റ്റംബർ 2025 സ്റ്റാൻഡ്സ് അറ്റ് 516.76 അഗേൻസ്റ്റ് 493.22 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന്, ഏത്, ഡിജിറ്റലൈസേഷൻ കാരണം വളരെയധികം ഇത് കുറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ, ഇ പ്രൊക്യൂർമെന്റ് പോർട്ടൽസ്. ഓക്കെ, ഈ പ്രൊക്യൂർമെന്റ് പോർട്ടൽസ് എന്ന് പറയുമ്പോഴത്തേനും പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രൊക്യൂർമെന്റിനല്ല, അവർ കൃത്യമായിട്ട് ഈ പ്രൊക്യൂർമെന്റ് പോർട്ടലിൽ ഈ ടെൻഡർ വിളിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത്. ദിസ് ഓൾസോ എന്താ പറയുക, വർക്ക്സ് ഇൻ ഓപ്പോസിറ്റ് ടു കറപ്ഷൻ. ആ ഒരു കറപ്ഷൻ മെന്റാലിറ്റി അല്ലെങ്കിൽ ഒരു കറപ്ഷൻ സൊസൈറ്റിക്ക് എതിരെയാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്കറിയാലോ, നമ്മളൊരു 10 trillion എക്കോണമി ആവാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് if we don't take care of our governance and corruption, then it will hamper our growth എന്നാണ് ഓദർ പറയുന്നത്. That's all. So the next news. Supreme Court flags long-term bias against women in the armed forces. Armed forces ഉണ്ടായിരുന്ന long-term biasനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. So let's see what it is.
നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആസ് യു നോ ഇപ്പം വുമൻസ് വെർ അലൗഡ് ഇൻ പെർമനന്റ് കമ്മീഷൻ. ഇതുവരെ അവർക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദേ ആർ അലൗഡ് ഇൻ പെർമനന്റ് കമ്മീഷൻ. അപ്പൊ ഈ പെർമനന്റ് കമ്മീഷനിലോട്ട് ഷോർട്ട് സർവീസ് കമ്മീഷൻ കഴിഞ്ഞിട്ട് പോകുന്നത് എന്താ? ദർ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിനകത്തുള്ള ഇവരുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് ദേ വിൽ ബി ടേക്കൺ, ഇറ്റ് വിൽ ബി ഡിസൈഡഡ് വെദർ ടു ടേക്ക് ദം ഇൻ ടു പെർമനന്റ് കമ്മീഷൻ ഓർ നോട്ട്. പക്ഷേ ഇതുവരെ വുമൺ ആർ ഓൺലി അലൗഡ് ഇൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഈ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വളരെ കാഷ്വൽ ആയിട്ടായിരുന്നു ഇട്ടിരുന്നത്. സോ ദേ വർ നോട്ട് ഗിവൺ ഗുഡ് മാർക്സ്. അതിനകത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള മാർക്സോ കാര്യങ്ങളോ കൊടുത്തിരുന്നില്ല ഫോർ വുമൺ. ഓക്കെ, സോ വെൻ ഇറ്റ് കംസ് ടു പെർമനന്റ് കമ്മീഷനിൽ പറ്റുന്ന സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം വെൻ ദേ ട്രൈ ടു ഗെറ്റ് ഇൻ ദ പെർമനന്റ് കമ്മീഷൻ, വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് ഇതുവരെ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഇട്ടിരുന്ന കുറഞ്ഞ മാർക്കുകൾ, ഓക്കെ, ദാറ്റ് അക്യുമുലേറ്റ് ഇൻ ടു വെരി ബാഡ് പെർഫോമൻസ്. ഇവൻ ദോ ദ പെർഫോംഡ് വെൽ ഇൻ ദ ആർമി ഓർ വാട്ട് എവർ ലൈക്ക് മിലിറ്ററി, അവരുടെ ആ ഒരു കൊടുത്തിരുന്നത് കാഷ്വൽ ആയിട്ട് ഇവർ ഷോർട്ട് സർവീസ് കമ്മീഷൻ മാത്രമല്ലേ ഇരിക്കുള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ കാഷ്വൽ ആയിട്ട് കൊടുത്തിരുന്ന മാർക്ക് എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും ദേ സ്റ്റാൻഡ് അറ്റ് ലെസ് ചാൻസ് ദാൻ ദർ മെയിൽ കൗണ്ടർ പാർട്സ്. മെയിൽ കൗണ്ടർ പാർട്സിൽ ഷോർട്ട് സർവീസ് കമ്മീഷനിൽ ഉണ്ടായിരുന്നവർ പെർമനന്റ് കമ്മീഷന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്നതും ഈ വുമൻസ് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ദേ ആർ അറ്റ് ആൻ ഡിസഡ്വാൻറ്റേജ്. അപ്പൊ ആ സാധനം മാറ്റണം എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് you were graded casually for years without adjudging their suitability for career progression. ആ ഒരു കരിയർ പ്രോഗ്രഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിരുന്നത്. സോ ദിസ് ഷുഡ് ബി ഒപ്പോസ്ഡ്, അത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് സി ദ ഇപ്പോഴത്തെ കണ്ടീഷൻ ഓഫ് വുമൺ ഇൻ ഇന്ത്യൻ മിലിറ്ററി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യസ് ഓവർ 1 million സ്ട്രോങ് ആർമിയിൽ വുമൺ ഓൺലി കോൺട്രിബ്യൂട്ട് ടു 4%. 1 million സ്ട്രോങ് ആർമിക്കകത്ത് വുമൺ ഓൺലി കോൺട്രിബ്യൂട്ട് ടു 4%. അതേസമയം അത് US-ൽ 16%. That shows the condition of women empowerment അല്ലെങ്കിൽ women participation in Indian military. Okay. ഇനി ബബിത പുനിയ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇത് ജെൻഡർ എംപവർമെന്റിനകത്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദിസ്. ഓക്കെ, ബബിത പുനിയ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2020 ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ഓൺലി ഇറ്റ് കെയിം ദാറ്റ് പെർമനന്റ് കമ്മീഷൻ ഫോർ വുമൺ ഇൻ ഓൾ ആംസ് വേർ ഷോർട്ട് സർവീസ് കമ്മീഷൻ എക്സിസ്റ്റ്. സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്, അതായത് അതുവരെ ഷോർട്ട് സർവീസ് കമ്മീഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്ന എല്ലാ സ്ഥലങ്ങളിലും പെർമനന്റ് കമ്മീഷൻ കൊടുക്കണമെന്നുള്ള വിധി വന്നത് ബബിത പുനിയ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2020. ഓക്കെ, ഇനി 2005 ഈ ഷോർട്ട് സർവീസ് കമ്മീഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഓഫറിംഗ് എ 14-year ടെന്യൂർ ടു വുമൺ ഓഫീസേഴ്സ്. 2005 വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ 2020 ഈ ഒരു സാധനം വരുന്നതിന് മുമ്പ്, 2020 ഈ ഒരു റൂളിംഗ് വരുന്നതിന് മുമ്പ് തന്നെ 2015 ഇന്ത്യൻ എയർഫോഴ്സ് എക്സ്പെരിമെന്റൽ ഇൻഡക്ഷൻ ഓഫ് വുമൺ ഇൻ കോമ്പാറ്റ് റോൾസ്. ദ ഇന്ത്യൻ എയർഫോഴ്സ് ഹാസ് ഡൺ എക്സ്പെരിമെന്റൽ ഇൻഡക്ഷൻ ഓഫ് വുമൺ ഇൻ കോമ്പാറ്റ് റോൾസിൽ വുമനെ എന്താ പറയുന്ന അവര് ഇൻഡക്ട് ചെയ്തു. അതിനൊപ്പം തന്നെ ദാറ്റ് ബിക്കെയിം പെർമനന്റ് ബൈ 2022. സോ ആർമിയുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയിൽ 4% മാത്രമേ ഉള്ളൂ. അതിനുശേഷം ബബിത പുനിയ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യക്കകത്താണ് ഇതിനകത്ത് പെർമനന്റ് കമ്മീഷൻ വുമൺ, അതുവരെ ഷെഡ് സർവീസ് കമ്മീഷൻ ചെയ്തിരുന്ന എല്ലാ വിഭാഗത്തിലും പെർമനന്റ് കമ്മീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇത് ആർട്ടിക്കിൾ 14 ബേസ് ചെയ്തിട്ടാണ് കോടതി പറഞ്ഞത്. ഓക്കെ, ആർട്ടിക്കിൾ 14. ദെൻ 2005 ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന സാധനം നിലവിൽ വന്നത്. പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിനകത്ത് 2015 മുതൽ തന്നെ നമ്മൾ കോമ്പാറ്റ് റോൾസിൽ വുമൻസിനെ കൊണ്ടുവന്നിരുന്നു. അത് 2022 ദേ മേഡ് ഇറ്റ് പെർമനന്റ്. സോ ഇത് രണ്ടുപേരും ആരാണെന്ന് അറിയാലോ, മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ദേ കെയിം ടു അനൗൺസ് ഇറ്റ്. കേണൽ സോഫിയ ഖുറേഷി ആൻഡ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഷീ ഈസ് ഫ്രം എയർഫോഴ്സ് ആൻഡ് ഷീ ഈസ് ഫ്രം മിലിറ്ററി. ഓക്കെ, സോ എന്തൊക്കെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക ടു ഇംപ്രൂവ് ദ കണ്ടീഷൻസ് ഓഫ് വുമൺ ഇൻ ഫോഴ്സസ്? എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ട്രെയിനിങ് ആൻഡ് സെൻസിറ്റൈസേഷൻ, റോൾ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്. അതായത് ആർമിയുടെ മൊത്തം ആൾക്കാരെയും ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ദേ ഷുഡ് ബി സെൻസിറ്റൈസ് ടുവാർഡ്സ് ദിസ് ജെൻഡർ ഇക്വാലിറ്റി. ഈ ഒരു സാധനത്തിനെ കുറിച്ച് സെൻസിറ്റൈസ് ചെയ്യണം. അത് മാത്രമല്ല, വെനെവർ എ റോൾ ഈസ് ഗിവൺ, റോൾ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് വേണം കൊടുക്കാൻ വേണ്ടി. അതായത് മെന്നിനും വുമണിനും ആണെങ്കിലും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ റോൾ സ്പെസിഫിക് ആയിട്ട് വേണം സ്റ്റാൻഡേർഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ, എസ്റ്റാബ്ലിഷിംഗ് എ ജെൻഡർ ഇക്വാലിറ്റി ഇൻഡെക്സ്. ഏതില്? ആർമിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു ജെൻഡർ ഇക്വാലിറ്റി ഇൻഡെക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി മോണിറ്റേർഡ് കോൺസ്റ്റന്റ്ലി. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല റോൾ മോഡൽസിനെ, ദ വുമൺ ഹു ഹാവ് അച്ചീവ്ഡ് ഇൻ ആർമി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്ത ആൾക്കാരെ, റോൾ മോഡൽസിനെ വി ക്യാൻ അവരുടെ ക്യാമ്പയിൻ നടത്താം റോൾ മോഡൽസിനെ കുറിച്ച്. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ, ഫസ്റ്റ് വുമൺ പോസ്റ്റഡ് ഇൻ സിയാച്ചിൻ. സിയാച്ചിന് പോസ്റ്റ് ചെയ്ത ആദ്യത്തെ വുമൺ ആണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ദെൻ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആവണി ചതുർവേദി, ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ആണ്, അതായത് ആവണി ചതുർവേദി. സോ ദീസ് ഓൾ വി ക്യാൻ
ക്യാമ്പയിൻ ചെയ്യാം ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ. പിന്നെ അതുകൂടാതെ വി ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ദ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ്. ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് നിന്ന് എടുക്കാം. എന്തൊക്കെയാണ്? ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനകത്ത് മിക്സഡ് ജെൻഡർ ബറ്റാലിയൻ മോഡൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. മിക്സഡ് ജെൻഡർ ബറ്റാലിയൻ മോഡൽ. സോ ദാറ്റ് ഓൾസോ വി ക്യാൻ ടേക്ക് ഇറ്റ്. The next one is US military uses role-specific physical test and has integrated women to nearly all combat roles since 2015. അപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മിക്സഡ് ജെൻഡർ ബറ്റാലിയൻ ഉണ്ട്. അത് കൂടാതെ തന്നെ US-നകത്ത് 2015 മുതൽ തന്നെ എല്ലാ കോമ്പാറ്റ് റോൾസിലോട്ടും അവര് വുമൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ in our case itself we can go for another example. India is the first country to deploy all women force police unit, okay, to peacekeeping mission in United Nations mission in Liberia. ലൈബീരിയയിലെ യുണൈറ്റഡ് നാഷൻ മിഷൻസ് ഇൻ ലൈബീരിയയിൽ 2007 to 2016 we have deployed a all women force police. നമ്മൾ UN peacekeeping-ന് വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. Okay, then at the end of the day we should always balance security and equality. അതായത് നമുക്ക് സെക്യൂരിറ്റിക്കകത്താണെങ്കിലും ഇക്വാലിറ്റിക്കകത്താണെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഇതിന്റെ രണ്ടിനെയും കൂടെ ഒരു കൃത്യമായിട്ടുള്ളൊരു കൂടിച്ചേരലായിരിക്കണം റിഗാർഡിംഗ് ദിസ് ടേക്കിംഗ് വുമൺ ഇൻ ടു ദ ആർമി എന്ന് പറയുന്ന കാര്യത്തിൽ വരേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ടുമോറോ. താങ്ക് യു.